അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഷോർട്ട് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ ഇപ്പോൾ. പിന്നെ സമയം കിട്ടാത്തത് കൊണ്ട് കേട്ടോ വീഡിയോ എടുക്കാനൊന്നും എല്ലാം പാടെ പറ്റുന്നില്ല അങ്ങോട്ട്. അങ്ങനെ ഇതാ നമ്മൾ രാവിലെ ഇഡ്ഡലി ചട്നിയും കാലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു, കുട്ടികൾക്ക് കൊടുത്തിട്ടോ. അപ്പം അന്ന് വയ്യാത്ത കാരണം ആരും സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. പിന്നെ വണ്ടി ഇവിടെ കുറച്ച് ദൂരമായതുകൊണ്ടൊക്കെ പിന്നെ ഇതാ മുത്തുമണി എണിച്ച് ഓടിക്കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവൻ ചാടാനായിട്ടില്ല കേട്ടോ. അവൻ കുറച്ച് ചാടാനായി കുറച്ച് വലുതായ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വിടാം. നമ്മൾ കുട്ടിയിൽ നമുക്ക് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ അവനെ സൂക്ഷിക്കട്ടെ. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വല്ല പൂച്ചയും നായൊക്കെ പിടിക്കും. പിന്നെ നമ്മൾ പാല് കൊടുത്ത് വലുതാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അവൻ്റെ കാലിൽ നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിടാം. ഇപ്പോൾ നമുക്ക് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പൂച്ച പിടിച്ച് പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ പാലൊക്കെ കൊടുത്ത് കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ വലുതാക്കണം അതുപോലെ തന്നെ നമ്മുടെ എന്ത് പ്രാണികളാണെങ്കിലും. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്താ നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് കുറച്ച് മോളിലത്തെ സ്ഥലങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. പിന്നെ ചെറിയൊരു പനി പോലെ ഉണ്ട്, മേലുകൈ വേദനയും ഇടുപ്പ് വേദനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാലും വീഡിയോ ഇട്ടില്ലെങ്കിലും നമുക്ക് റീച്ചൊക്കെ കുറയും, വാച്ച് അവർ കുറയും കേട്ടോ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ആഴ്ചയിൽ ഒരിക്കൽ ഓരോ വീഡിയോ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഷോർട്ട് വീഡിയോ ഞാൻ ഡെയിലി ഇടാം, ലോങ് വീഡിയോ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മോളിലത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വയ്യാണ്ട് സ്കൂളിലേക്കൊന്നും ഇന്ന് പോയിട്ടില്ല കേട്ടോ ആരും. വണ്ടിയിലധികം യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും പിന്നെ ഇതാ ഞാൻ മുകളിലേക്കൊന്ന് മെല്ലെ കയറി നോക്കിയതാട്ടോ. ഞാൻ അധികം കയറലില്ല, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറുകയാണ്. അപ്പം മുകളിൽ കയറിയപ്പോഴാട്ടോ മുകളിലത്തെ ഒരു ഭംഗി കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ 2 ടാങ്ക്. ഇത് നമ്മുടെ ടാങ്കാണ്. അരഡ്രമ്മ വെള്ളമുണ്ട്, പിന്നെ ബോറിങ് വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. പിന്നെ ഇതാ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളൊക്കെ കാണാൻ പറ്റും. സ്കൂളിൻ്റെ ബാത്റൂം ആട്ടോ കാണുന്നത്. പിന്നെ നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലുള്ള വീടുകളാണ് ഇതൊക്കെ. ഈ വീട്ടുകാരൻ്റെ തന്നെയാണ് കേട്ടോ ഇപ്പുറത്തെ സ്ഥലങ്ങളൊക്കെ, അപ്പുറത്തെ വീടും ആ വീടും ഒക്കെ. പിന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചെറിയ 2 ഡ്രമ്മാട്ടോ, 2 മുകളിലും ഞങ്ങൾക്കും താഴെയുള്ളവർക്കുള്ള ഡ്രമ്മാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ സ്ഥലം. മുകളിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തണമെങ്കിലൊക്കെ നല്ല അത്യാവശ്യം പന്തലിടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് ഇതൊക്കെ ടേബിള് ചെയറൊക്കെ വെക്കാനൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ, അടിപൊളിയാണ്. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ മുകളിൽ നോമ്പൊക്കെ വന്ന് നോമ്പ് തുറക്കാം. പക്ഷെ എന്താ പൊടിയാട്ടോ, അങ്ങനെ വൃത്തിയാക്കി ഇടണം നമ്മൾ വന്നിട്ട്. നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല അടിച്ച് വൃത്തിയാക്കണം. പിന്നെ ഈ സൈഡ് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ, പണിയെടുക്കാനൊക്കെ ഉള്ള അത് സ്റ്റെപ്പായിരിക്കും വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വീടാണ് കേട്ടോ ആ കാണുന്നത്. ആ അപ്പുറത്ത് അവൻ്റെ വീട് തന്നെ കേട്ടോ, തൊട്ട് അപ്പുറത്തുള്ളതൊക്കെ. പിന്നെ ഇതിന് പോയി ഇങ്ങനെ മെയിൻ റോഡൊക്കെ കണ്ട് കയറാം. പിന്നെ തൊട്ട് നമുക്ക് സ്കൂളുണ്ട് കേട്ടോ. കുട്ടികളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. ഉച്ച സമയമായ ഫുഡ് കഴിക്കാനൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടാവും കേട്ടോ. മഴ ആയതുകൊണ്ട് നമ്മൾ പണ്ട് ഇറയത്ത് വെള്ളത്തിൽ ഇങ്ങനെയൊക്കെ കളിക്കില്ലേ പാത്രമൊക്കെ, അതുപോലെയൊക്കെ അവിടെ കുട്ടികൾ ചെയ്യുന്നത് കാണുമ്പോൾ ആ ഓർമ്മ വരും കേട്ടോ. നമുക്ക് പോകാൻ തോന്നും സ്കൂളിലൊക്കെ. പിന്നെ ഇവിടെ 7 വരെ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് 4 വരെ ഫീസ് കൊടുക്കണ്ട. അത് കഴിഞ്ഞ് നമ്മൾ 5ഉം 6, 7 ഫീസ് കൊടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ അവിടെ ചേർത്തായിരുന്നു. പിന്നെ അത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ പോകണം, ഫാത്തിമക്കുട്ടിനെ ആ ദൂരം വരെ കൊണ്ടുപോകണ്ടേ. അങ്ങനെ ഞാൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ചോറ് വെച്ച് ഊറ്റിയിട്ട് വന്നു. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ കിടക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മുകളിൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് മെല്ലെ കയറിയിട്ട് അങ്ങനെ ഒന്ന് എടുത്താട്ടോ. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് മുകളിൽ പോയപ്പോൾ. അങ്ങനെ ഇതാ ഞാൻ പിന്നെ റിയാസ്ക്ക് മുട്ട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ താളിച്ചിട്ട് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താളിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താളിക്കണ്ടല്ലോ. അങ്ങനെ ഇതാ നമ്മൾ സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയും ഇവിടെ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ചോറും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ റിയാസ്ക്കൊക്കെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകണം. അപ്പത്തേനും ഞാൻ എന്നാൽ കറി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം എന്താ കറിയൊക്കെ റെഡിയാക്കി. പിന്നെ അതാ ഇനി നമ്മൾ മുട്ട പൊരിച്ചിട്ട് ഇതിലേക്ക് ഇടുക കേട്ടോ, പുഴുങ്ങല്ല പൊരിച്ചിട്ട് ഇടുകയാണ്. അപ്പോൾ സിമ്പിളായി ഇങ്ങനെ വെച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ കറി. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും തക്കാളിയും ഒരു സവാളയും പിന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചിട്ട് വെക്കണം. പിന്നെ അതാ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതൊന്ന് ഉള്ളിയും പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട്
നമ്മൾ നല്ല അടിച്ചെടുത്ത ശേഷം പൊരിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ മുട്ടക്കറി വെക്കാത്തവരുണ്ട്, വെച്ച് നോക്കാൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ വയ്യാത്തതുകൊണ്ട്. അപ്പം ഇനി ആഴ്ചയിൽ ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് അതിനിടയ്ക്ക് പറ്റിയാൽ ഞാൻ ഒഴിവുപോലെ ഇടാം കേട്ടോ. പിന്നെ ഷോർട്ട് ഞാൻ എപ്പോഴും വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നല്ല മഴയാണ്. അപ്പോൾ ചൂട് സമയത്ത് നല്ല ചൂടോടുകൂടി മുട്ട പൊരിച്ച് ചാറൊക്കെ കൂട്ടി ചോറൊക്കെ വെച്ച് അപ്പോൾ ഇനി ചോറ് കൊടുത്ത് റിയാസ്ക സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകും കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഇതാ കുട്ടികൾക്കൊക്കെ ഇനി ചോറ് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് മഴ സമയത്തുള്ള നമ്മുടെ ഈ പുതിയ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മുട്ട നല്ല ഇട്ടിട്ട് നമ്മൾ കറിയിലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്ര ഉള്ള പണി. താളിച്ച് വെക്കണോണ്ട് പിന്നെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഞാൻ ഇട്ടിട്ടില്ല. വെറുതെ താളിച്ച് സവാളയും തക്കാളി പിന്നെ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. എന്നാലും നന്നായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ കറിക്ക്. ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ വെക്കണം. അവരൊക്കെ ഉണ്ടാവും, ആരും പറഞ്ഞൊന്നും തരണ്ട നിങ്ങൾക്കൊന്നും. എല്ലാവർക്കും എല്ലാ കറിയും നമ്മൾ വെക്കണേക്കാട്ട് ടേസ്റ്റിൽ വെക്കണ ആളുകൾ ഉണ്ടാവില്ലേ. പിന്നെ ഞാനെന്നാലും പാലക്കാട് രീതിക്ക് ഇങ്ങനെ എൻ്റെ ഒരു രീതിയിൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് വേഗം എത്രയും പെട്ടെന്ന് പണി നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അത്രയും സിമ്പിളായിട്ട് ഞാൻ വേഗം അങ്ങനെ കറികളൊക്കെ വെക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ അതാ ഇനി ഇത് പീസാക്കിയിട്ട് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ പീസായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ എടുത്ത് വിളമ്പി കഴിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതാ നമ്മൾ ഈ പാനിലായതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. ചെറിയ പാനാണെങ്കിൽ 2-3 വട്ടം പൊരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് വട്ടത്തിൽ അങ്ങോട്ട് വീശിയിട്ട് പീസാക്കി എടുത്ത് അതിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ മറിച്ചിടുമ്പോൾ ഒരു ഭാഗം അടിയിൽ പോയിട്ടാണ്. അപ്പോൾ അതങ്ങനെ കുറച്ച് പൊടിയായിപ്പോയി. ഇനി ഇത് നല്ലൊന്ന് ചെറിയൊരു കരിയാണ്ടൊരു വേവിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും ഒക്കെ തിളച്ച് മറിഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം മല്ലിയില ഇല്ല കേട്ടോ. കറിവേപ്പില നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല നാടൻ തന്നെ നമ്മുടെ വീട്ടിൽ തെഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരില്ലി ഞാൻ അത്യാവശ്യത്തിന് അപ്പം പൊട്ടിക്കും. മല്ലിത്തളം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല മണം കിട്ടും. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ മുട്ടൻ്റെ പീസൊക്കെ നമ്മളിതാ കറിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി പണിയൊന്നും ഇല്ല കേട്ടോ, ഇനി കഴിക്കണ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ റിയാസ്കാക്ക് ഇനി ചൂടോടെ വിളമ്പിക്കൊടുത്ത് കഴിച്ചിട്ട് പിന്നെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയ വൈകുന്നേരം 5 മണി 5:30 ആവട്ടെ വരുമ്പോൾ. അപ്പോൾ ഓടാൻ പോകാനും ടൈം കുറവാണ്. പിന്നെ ദൂരം ആയതുകൊണ്ട് വാടകയ്ക്ക് കിട്ടി ഓടിയിട്ടൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്തിന് കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ ഗ്യാസ് എന്നറിയും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാല് വേദന അത്യാവശ്യം കുറച്ച് നീരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വേദന. ഇപ്പോൾ ഗുളിക കഴിഞ്ഞ് നാളെ ടെസ്റ്റൊക്കെ എടുത്തിട്ട് പോകണം. നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.